കോഴിക്കോട് കണ്ണാടിക്കൽ 200ഓളം വീടുകളിൽ വെള്ളം കയറി ജനങ്ങളെ മാറ്റി പാർപ്പിക്കുന്നു. മുഹമ്മദ് ഷഹീദ് അവിടെ നിന്നും വിവരങ്ങളുമായി കണ്ണാടിക്കലിൽ നിന്നും ചേരുന്നുണ്ട്. ഷഹീദ്, എന്താണ് അവിടെ സ്ഥിതി? ഇപ്പോൾ മഴയുണ്ടോ? മോത്തി, ഈ കണ്ണാടിക്കൽ പ്രദേശത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഈ പൂനൂർ പുഴയുടെ തീരത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ നിരവധിയായ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടുന്ന് ആളുകളൊക്കെ കുറേ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പല വീടുകളും ആളുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു കുടുംബം വീട്ടിലേക്ക് മടങ്ങി പോകുന്നുണ്ട്. ചേച്ചി, ക്യാമ്പിൽ നിന്ന് വരികയാണോ ചേച്ചി? വീട്ടിലൊക്കെ ഒരു പശു ഉണ്ടായിരുന്നു, അതിനെ മാറ്റി കെട്ടാൻ പോവായിരുന്നു. പശുവിനെ പെട്ടെന്ന് മാറ്റാൻ പറ്റിയില്ലായിരുന്നില്ലേ? ഇല്ല, പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല, പെട്ടെന്നായിരുന്നു വെള്ളം. പെട്ടെന്ന് വെള്ളം വന്നാണ്. കുറേ വീടുകളുണ്ട് ഇവിടെ? ഉണ്ട് സാർ. അല്ലേ? വീട്ടിനകത്ത് വെള്ളം കയറിയോ? അകത്തുണ്ട്, അകത്ത് അരിക്ക് വെള്ളമുണ്ട്. ഏത് ക്യാമ്പിലേക്കാണ് മാറിയിരിക്കുന്നത്? നിങ്ങള് ഇവിടെ പ്രോവിഡൻസിലാണല്ലേ? ബുദ്ധിമുട്ട് എല്ലാ വർഷവും ഉണ്ടാവുന്നുണ്ടോ? ഇല്ല, അത് 2018 പിന്നെ ഇപ്പോഴാണ്. 18 ശേഷം ഇപ്പോഴാണ് ഇങ്ങനെ വെള്ളം വരുന്നത്. വീട്ടിൽ കയറിയത് ഈ പ്രാവശ്യമാണ്. ഈ മൃഗങ്ങളൊക്കെ, വളർത്തുമൃഗങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റാൻ പറ്റാത്ത വീടുകളുണ്ടോ? അങ്ങനെ ഉണ്ടോന്ന് അത് അറിയില്ല. ഞങ്ങൾക്കൊരു പശു ഉണ്ടായിരുന്നു, അത് അമ്മേൻ്റെതാണ്. അമ്മയ്ക്ക് ഇപ്പൊ മാറ്റാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങള്. മോത്തി, ഇവര് ഇന്നലെ പെട്ടെന്ന് വെള്ളം കയറിയ സമയത്ത് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയതാണ്. പക്ഷേ ഇവരുടെ വളർത്തുമൃഗത്തെ അവർക്ക് പെട്ടെന്ന് അവരുടെ സുരക്ഷിതമായി മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെ തേടി ഇന്ന് രാവിലെ എത്തിയതാണ്. ഷഹീദ്, ഞാൻ അല്പം മുൻപ് എത്ര വീടുകളുണ്ട് ഇവിടെ വെള്ളത്തിൽ? അവിടെ വടക്കേ വയലിൽ ഞങ്ങൾ കണ്ടമാനം വീടുണ്ട്. ഒരു 100-100 ചില്ലാൻ വീടുകളുണ്ട്. അവിടെ 100 ചില്ലാൻ ആൾ ക്യാമ്പ് തന്നെ ഉണ്ട്. പശുവുണ്ട്, പശുവിന് മാറ്റാനില്ലെങ്കിലും കൂടി ആയിട്ട് അങ്ങനെ വരികയാണ്. അപ്പം അതിലേക്ക് തീറ്റയൊന്നും കൊടുത്തിട്ടില്ലേ? അല്ല, അന്ന് മേക്കരയിലേനെ. അപ്പം ഉച്ചക്കൊന്നും അത്ര വെള്ളമില്ലേനി. ഇപ്പം വെള്ളം കൂടുതലായി. അപ്പോൾ അതിനെ കൊണ്ടാണ് ഇപ്പം പോയി നോക്കിയിട്ടില്ല. ഇന്നലെ വൈകുന്നേരം കിട്ടിയതാണ്. അതാണ് വിഷയം. ഒന്ന് പോയി നോക്കണം. ഞാൻ അല്പം മുൻപ് പറയുകയും ചെയ്തിരുന്നു, ഈ ജനങ്ങളെ അവിടെ നിന്നും മാറ്റി പാർപ്പിക്കുന്നുണ്ട്. പക്ഷേ വളർത്തുമൃഗങ്ങളെ ഉപേക്ഷിച്ച് പോരേണ്ട ഒരു സ്ഥിതി ഉണ്ടോ? അവരെ കൂടി മാറ്റുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. അത്തരത്തിൽ ഇവർക്ക് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ സംവിധാനത്തിന്റെ സഹായം വല്ലതും ലഭ്യമാണോ? ഈ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്ന പ്രദേശങ്ങളിൽ തനിച്ചുപോയി ഈ മൃഗങ്ങളെ മാറ്റി കെട്ടുക തുടങ്ങിയ കാര്യങ്ങൾ നടക്കുന്നതാണോ? ബുദ്ധിമുട്ടല്ലേ? റിസ്ക് ആണ്. പ്രത്യേകിച്ചും ഈ വെള്ളക്കെട്ടൊക്കെ കടന്നു വേണം പോകാൻ. ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെ ഇവർ പെട്ടെന്ന് തന്നെ വെള്ളം കയറുന്നു, ഉള്ള സാധനവും വാരി പെറുക്കി പോയതാണ്. ഇന്നലെ പെട്ടെന്നായിരുന്നു ഈ അറിയിപ്പ് കിട്ടിയിരുന്നത്. പെട്ടെന്ന് വെള്ളം വളരെ സ്ലോയിലാണ് കയറിയത്. അപ്പം അതിനെ കൊണ്ട് ഞങ്ങൾ അത്ര പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെയാണ് പെട്ടെന്നാണ് ഈ ഇത് മാറിയിട്ട് വെള്ളം കൂടുതൽ വരുന്നത്. അതുകൊണ്ട് അത് നിങ്ങളിപ്പം ക്യാമ്പുകളിൽ നിന്ന് വന്നിട്ട് ഈ മൃഗങ്ങളൊക്കെ മാറ്റേണ്ടി വരുന്നതാണ്. അതിനെന്തെങ്കിലും മറ്റു സൗകര്യങ്ങളൊന്നും വേറെ? അതിന് ഈ മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ, മൃഗങ്ങൾക്കില്ല. ഈറ്റാൽ ഒരു ഷട്ടറോ അല്ലങ്ങനത്തെ ഒരു സംഗതികളും ഇല്ല. പുറത്ത് പിന്നെ കെട്ടിക്കാണ്, മഴയല്ലേ, അതൊരു വിഷയമാണ്. അപ്പം കുറച്ച് മേക്കരില്ലേ ഇനി. അവിടെ അന്നപ്പം കെട്ടിയപ്പം താഴത്തൊക്കെ വെള്ളമൊന്നുമില്ല. ഇനി ഇപ്പം ഞങ്ങൾ നോക്കുമ്പോൾ അരക്ക് വെള്ളം വന്നിരിക്കുന്നത്. അപ്പം അതും കൂടെ കണക്കൂട്ടണേ. അപ്പം ആ പശുവിൻ്റെ അടുത്ത് അത്രയ്ക്ക് വെള്ളം ഉണ്ടാവും. അപ്പം അതാണ് പെട്ടെന്ന്. തീർച്ചയായും മോത്തി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം വളരെ പ്രസക്തമായ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്, ഷെൽട്ടറുകളൊക്കെ ഉണ്ട്. അത് പക്ഷേ മനുഷ്യർക്ക് മാത്രമാണ്. ഈ വളർത്തുമൃഗങ്ങൾ, മറ്റ് നമ്മുടെ നാട്ടിലൊക്കെയുള്ള മറ്റ് മൃഗങ്ങൾ, പൂച്ചകൾ, നായകൾ, ഇവക്കൊക്കെ എന്ത് ഷെൽട്ടർ ഉണ്ട് എന്നുള്ളൊരു ചോദ്യമാണ്. ഇന്നലെ ഇവർ ഇങ്ങോട്ട് മാറുന്ന സമയത്ത് ചെറിയ വെള്ളമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഒരു മുട്ടിന് അനുസരിച്ചുള്ള വെള്ളമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ വീട് നിൽക്കുന്ന ഭാഗത്തൊക്കെ അരയോളം വെള്ളമുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ പശുവിൻ്റെയൊക്കെ സ്ഥിതി എന്താണെന്നൊരു ആശങ്ക ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ ഇവർ ദുരിതാശ്വാസ ക്യാമ്പിൽ പ്രയാസം സഹിച്ചും ആ പശുവിനെ, വളർത്തുമൃഗത്തെ സുരക്ഷിതമായി മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ഇവർ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്. ഏതായാലും അങ്ങനെ മഴക്കാലം ദുരിത ജീവിതത്തിലൂടെയാണ് ആളുകൾ നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. കണ്ണാടിക്കൽ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ. കോഴിക്കോട് നഗരത്തിന് സമീപത്ത് ഈ പൂനൂർ പുഴയുടെ തീരത്താണ് ഈ പ്രശ്നം ഗുരുതരമായി ഉള്ളത്. മറ്റ് ഈ പറമ്പിൽ ബസാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുണ്ട്. കോഴിക്കോട് ജില്ലയിൽ എത്രത്തോളം ക്യാമ്പുകൾ, ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്? മലയോര മേഖലകളിലൊക്കെ ഏതെങ്കിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ ജനങ്ങൾക്ക്? തീർച്ചയായും ഏകദേശം 800-ലധികം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വിവിധ ഇടങ്ങളിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഇന്നലെ ആത്തരമാർ അറിയിപ്പാണ് വന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ കൂടുതൽ പേർ
ഒരുപക്ഷെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോയിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ കക്കയം ഡാം ഇന്നലെ ഷട്ടറുകൾ തുറന്നിരുന്നു. നേരിയ തോതിലാണ് തുറന്നതെങ്കിൽ കൂടി ഒരു 1/4 അടി മാത്രമാണ് തുറന്നതെങ്കിൽ കൂടി കുറ്റ്യാടി പുഴയിലേക്ക് വെള്ളം വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൂനൂർ പുഴയിലും ജലനിരപ്പ് ഉയരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചാലിയാറിലും ജലനിരപ്പുണ്ട്. മഴ അല്പം കുറഞ്ഞിട്ടുണ്ട്, ഇന്നലെ അപേക്ഷിച്ച് മഴ കുറഞ്ഞിട്ടുണ്ട്. അതാണ് ഒരു ആശ്വാസകരമായ കാര്യം. പക്ഷേ ആളുകൾക്ക് ഇന്നലെ പെട്ടെന്ന് വൈകിട്ടോടുകൂടി വെള്ളം കയറിയ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ക്യാമ്പുകളിലേക്ക് മാറിപ്പോയ സാഹചര്യമുണ്ട്. അവർക്ക് ഇനി എപ്പം തിരിച്ചു വരാൻ കഴിയും? ഈ പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് പറമ്പിൽ 2 പശുക്കളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ വെള്ളം ഇല്ല എന്നുള്ളത് തന്നെയാണ്. അവർ സുരക്ഷിതമായാണ് പശുക്കൾ ഉള്ളത്. വെള്ളം കയറിയ ഇടങ്ങളിലാണ് ആളുകൾക്ക് വലിയ ആശങ്കയുള്ളത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ഇന്നലെ കിട്ടുന്ന സാധനവുമായി പെറുക്കി ക്യാമ്പുകളിലേക്ക് പോയ ആളുകളാണ്. അവർ ഇന്ന് ക്യാമ്പുകളിലെത്തി അവരുടെ ക്യാമ്പുകളിൽ നിന്ന് മടങ്ങി വന്ന് പരിശോധിക്കുകയാണ്. ശരി, മുഹമ്മദ് ഷഹീദാണ് അവിടെ നിന്നും കണ്ണാടിക്കിൽ നിന്നുള്ള വിവരങ്ങളാണ്. കോഴിക്കോട് ജില്ലയിൽ പൊതുവെ 800 അധികം പേരാണ് പല സ്ഥലങ്ങളിലായുള്ള ക്യാമ്പുകളിലുള്ളത് എന്ന് പറയുന്നു. അതിലേറ്റവും പ്രസക്തമായ കാര്യം ആ ചേട്ടൻ പറഞ്ഞത് തന്നെയാണ്. ഈ മൃഗങ്ങൾ, നമ്മളെപ്പോഴും വളർത്തു മൃഗങ്ങളെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യരാണ്. ഒപ്പം പലരുടെയും ഉപജീവന മാർഗമായ പശുക്കളും ആടുകളും കോഴികളും ഒക്കെ ഉണ്ടാവും. ഇതിനെ കൂടി ഒരു ഷെൽട്ടർ സംവിധാനത്തിലേക്ക് മാറ്റുന്നത് പരിഗണിച്ചെങ്കിൽ നന്നായിരുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെയും ആവശ്യം.